കോഴിക്കോട് കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ദമ്പതികളുടെ കട ഒരു അയൽവാസി അടിച്ചു തകർത്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള മധുരിമ കൂൾബാറാണ് അയൽവാസിയായ അനൂസ് എന്നയാൾ അടിച്ചു തകർത്തത്. ഇർഫാന റഫീഖ് ദമ്പതികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ ഇനിയും അറസ്റ്റ് ചെയ്യാനായില്ല. അനൂസിന്റെ വീടിനടുത്ത് നിന്ന് സിഗരറ്റ് വലിച്ചു എന്നാരോപിച്ചാണ് കടയടിച്ചു തകർത്തതെന്നാണ് പറയുന്നത്. സാനിയ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. സംസാരശേഷിയോ കേൾവിശക്തിയോ ഇല്ലാത്ത റഫീഖും ഇർഫാനയും നടത്തുന്നതാണ് ഈ ബേക്കറി അല്ലെങ്കിൽ കൂൾ ബാർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ നാട്ടുകാരായ ഒരാളുമായി ഉണ്ടായിരുന്നു. അയാൾ പറയുന്നത് സിഗരറ്റ് വലിക്കുന്നത് തൻ്റെ വീടിന് മുൻപിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ കട ഇങ്ങനെ അടിച്ച് തകർത്തിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അക്രമ സംഭവം ഉണ്ടായത്. 5 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഇവർ രണ്ടുപേരും ഈ ഒരു കട നടത്തുന്നത്. 5 ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നടത്തുകയാണ്. അപ്പോൾ ഭാര്യയ്ക്കും ചെവി കേൾക്കില്ല, ഭർത്താവിനും ചെവി കേൾക്കില്ല, സംസാരശേഷിയില്ല. അപ്പോൾ 2 വർഷത്തോളം അവരിവിടെ പരിപാടി നടത്തുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കും. അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ട്. ഭിന്നശേഷി കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് കളക്ടർക്കും കോഴിക്കോട് പോലീസ് കമ്മീഷണർക്കും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യനീതി ഓഫീസർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല. അറസ്റ്റ് ചെയ്തിട്ടില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർത്ത് എടുത്താണ്. ഇത് അത്ര ഗുരുതരമായ ഒരു വിഷയമാണ്. സമൂഹത്തിന് കടപ്പാടാണ് ഇങ്ങനെയുള്ള വിവാഹത്തിനോട് വേണ്ടിയത്. അവരെ ദ്രോഹിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ് അധികാരികളെടുത്തുന്നുണ്ടായിട്ടുള്ളത്. ഈ വിവാഹത്തിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരും അത് അധികാരികൾ, പോലീസ് അധികാരികളും കളക്ടർ ഉൾപ്പെടെ ആളുകൾ അവജ്ഞയോടെയാണ് കാണുന്നതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഒരു നടപടി എടുത്തില്ല, അതാണ് പറ്റും. എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.